എന്നല്ല, അത് കുത്തി കുത്തി വെച്ചേക്കാണല്ലേ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പോലും അത് അവിടെ നടന്നു പോകാം, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വീഴാമെന്നാണല്ലേ. ഇതുപോലെ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, ടി വി കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. മാനസികമായിട്ട് ആകെ ഭയങ്കര ഒരു ടെമ്പർ, തല വേർക്കുകയും അദ്ദേഹത്തിൻ്റെ മുടിയും ഇതുപോലെ ഫുള്ളായിട്ട് പോവുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്തതല്ലേ. ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പോയാലാ ദൈവമേ, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണ്. പക്ഷേ ഇന്നാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നല്ലേ. കാരണം അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള ഓരോ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുടെ തലയില മാംസമൊക്കെ തിന്നുന്ന ബാക്ടീരിയ, തലയൂട്ടി കാണുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ ഹെയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഇരിക്കുന്ന വ്യക്തികൾ വരെ, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിപ്പിരിക്കുന്ന, അതായത് ഏകദേശം സർജറി കഴിഞ്ഞ് 1-2 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ വരെ ഭയങ്കരമായ ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പറഞ്ഞാൽ. അപ്പോൾ അത് എന്താ വെച്ചാൽ പുതിയ വാർത്തയെന്ന് പറഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ചെറായില, നമ്മുടെ ചെറായി സ്വദേശിയായ യുവാവ്, ഞാനും ചെറായിക്കാരൻ തന്നെ, സനിൽ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പറഞ്ഞാൽ. അപ്പോൾ സനിലിന് പറ്റിയൊരു പ്രശ്നമാണ് നമ്മളെല്ലാവരും ഈ 3-4 ദിവസമായിട്ട് ഈ കേരളക്കര മാത്രമല്ല ഈ മൊത്തം ആളുകൾ മുഴുവൻ ഭയാനകമായിട്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ വളരെയധികം ആൾക്കാർ പ്ലാൻ ചെയ്യാറുന്ന ആൾക്കാരൊക്കെ എൻ്റെ അന്നൊക്കെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുനർചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത ആൾക്കാരൊക്കെ ടെൻഷനിലാണല്ലേ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് കുറച്ച് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നതല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ സനലിന് എന്തായാലും സംഭവിച്ചിരിക്കുക. സനൽ പറയുന്നത് ഡോക്ടറുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതായത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിരുന്നു, അതേപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് സനൽ പറയുന്നത്. അങ്ങനെ ഇൻഫെക്റ്റഡായി എന്നുള്ളതാണ് സനൽ പറയുന്നത്. സംഭവം സത്യം, സനൽ ഇൻഫെക്റ്റഡായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, അവരുടെ ക്ലിനിക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സനൽ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു എന്നാണ്. ഷുഗറിൻ്റെ ഇത് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നാണ്. പക്ഷേ എനിക്കൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാതെ ഒരു സർജറി ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ ഏകദേശം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷത്തോളമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അല്ലേ. അതായത് പുള്ളിയുടെ ഹെയറിന് ഭയങ്കര ഡെൻസിറ്റിയും അല്ലെങ്കിൽ അതിനൊക്കെ ഹെയറിനൊക്കെ കുറച്ച് പ്രോബ്ലംസ്, അത്ര ഹെൽത്തി ആയിരുന്നില്ല. അപ്പോൾ 1 വർഷമായിട്ട് ഹെയർ ഹെൽത്തി ആകാനുള്ള മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. കൂടാതെ അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർജറി ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹം സർജറി ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് സർജറി ഫിക്സ് ചെയ്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ നോക്കിയപ്പോൾ ചെയ്യാൻ പറ്റാത്തില്ലായിരുന്നു. അതുകൊണ്ട് സർജറി ഇപ്പോഴും ചെയ്തിട്ടില്ല. ഞാൻ സർജറി ചെയ്യേണ്ട ഏകദേശം 1 വർഷമാകാൻ വേണ്ടി പോകണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർജറി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ നോക്കാതെ സർജറി ചെയ്തു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ. പക്ഷേ സനൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ലെവൽ സനലിൻ്റെ കൺട്രോളിങ് ലെവലായിരുന്നു, സനലത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ തെളിവുകളൊക്കെ സനലിൻ്റെ കയ്യിലുണ്ട് എന്നാണ് സനൽ നമ്മൾ കണ്ട വാർത്താമാധ്യമങ്ങളിലുള്ള അഭിമുഖത്തിൽ സനൽ പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു സനൽ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ നാട്ടുകാരൻ കൂടിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. സനലും ഞാനും ചെറായിക്കാരനാണ്. പക്ഷേ സനൽ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. സനൽ എറണാകുളത്ത് 5-6 വർഷമായിട്ട് താമസിക്കാൻ കാര്യമുണ്ട്. സനൽ ആരായിരുന്നു എന്നുള്ള വെളിയാക്കുന്നതാണ്. അതായത് സനൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്ട്രക്ടർ ആയിരുന്നല്ലേ. അതായത് ന്യൂട്രീഷൻ പോലെയുള്ള ഹെൽത്ത് കെയർ ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരാളായിരുന്നു സനൽ. അങ്ങനെ സനലിൻ്റേതായിട്ടുള്ള ആ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സനലിൻ്റെ ക്ലയൻറ്റുകൾ ഉണ്ടായിരുന്നത് എറണാകുളത്തായിരുന്നു. അതിൻ്റെ പേരിൽ എറണാകുളത്തേക്ക് സനൽ മാറുകയുണ്ടായതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സനൽ ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഇത്തരം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം സനലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിഞ്ഞു. അപ്പോൾ സനലിനുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങൾ പറഞ്ഞു. സനലിന് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഇത് അറിയാൻ കഴിഞ്ഞു, ഇത്തരം സനലിനൊരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ സനലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സനൽ അന്നേരത്ത് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു. അതായത് ഫോണിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വളരെ മെൻ്റലി ഭയങ്കരമായിട്ട് അതായത് എന്താ പറയുക, നമുക്ക് ആ വോയിസ്, എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടെന്നല്ല, ആ വോയിസ് കേട്ടാൽ നമുക്കറിയാൻ പറ്റും സനൽ എത്രത്തോളം ഡിപ്രഷനിലായിരുന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നതല്ലേ.
അപ്പോൾ ഇപ്പോൾ സനൽ കുറച്ച് റിക്കവർ ആയിട്ടുണ്ട്. ആൾ കുറച്ച് നമുക്ക് സംസാരത്തിൽ അറിയാൻ പറ്റും ബോൾഡാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തെ ബോൾഡാക്കാൻ ശീലിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനലിനോട് ഫോൺ ചെയ്ത സമയത്ത് സനലിനോട് ഞാൻ ചോദിച്ചു തന്നാൽ, സനലെ എന്തുകൊണ്ടാണ് ഒരു വില കുറഞ്ഞ പ്ലാനിലേക്ക് പോവുമായിരുന്നോ, ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചില്ല എന്നൊക്കെ ചോദിച്ച സമയത്ത് സനൽ പറഞ്ഞത് അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് അന്വേഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് വരുന്ന തെറ്റുന്നത്. നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എന്നാൽ ഞാൻ ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചു. പിന്നെ നല്ല ഡോക്ടർ ഡിഗ്രിയെക്കുറിച്ച് അന്വേഷിച്ചു. സനൽ അത് ചെയ്തിട്ടില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള സനലിൽ നിന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ സനൽ പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനവുമായിട്ട് സംസാരിച്ച് സനലിനൊരു റിലേഷൻഷിപ്പ് വന്നു. അതിൻ്റെ പേരിൽ എന്തോ ഓഫറൊക്കെ തന്നു. അതിൻ്റെ പേരിൽ പെട്ടെന്ന് സർജറി ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ഇത് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ആ ഡോക്ടർക്ക് അത് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ കേസിനകത്ത് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറുടെ ആ നമ്പർ, അതായത് ചെയ്യാനുള്ള ഡോക്ടറുടെ നമ്പർ ചോദിക്കുകയും ഞാൻ ഗവൺമെൻറ് സൈറ്റിൽ കയറി ആ നമ്പർ സെർച്ച് ചെയ്യുകയും അതിനെ തുടർന്ന് ആ ഡോക്ടർക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. കൂടാതെ തന്നെ ഞാൻ ഡോക്ടറുമായി സർജിക്കൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. പക്ഷേ ഞാൻ ചെന്ന സമയത്ത് സത്യത്തിൽ ആ ഡോക്ടറായിരുന്നില്ല, വേറെ ഡോക്ടറായിരുന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഞാൻ പറഞ്ഞ ഡോക്ടർ തന്നെ എനിക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരത്തെ ആ അപ്പോയിൻമെൻറ്റ് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്ത ആഴ്ച ആ ഡോക്ടർ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ആ സർജറി എടുത്തത്. ആ സർജറി ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നതല്ല. അതായത് ഡോക്ടർ സർജറിയെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ അനുഭവങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. സത്യം പറഞ്ഞാൽ ഞാനല്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ ചെന്ന് സമീപിക്കുന്ന പല ക്ലിനിക്കിലെയും ഡോക്ടർമാർ നിങ്ങൾ പറയും വളരെ സിമ്പിളാണ്, നിങ്ങളൊരു 3 ദിവസത്തെ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നത്. അതാണ് നമ്മളെല്ലാവരും തന്നെ ജോലി തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു സർജറിക്ക് വേണ്ടി, അതായത് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസമോ 15 ദിവസമൊക്കെ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ദിവസം മതി എന്ന് പറയുന്നത് നമ്മൾ വേറെ തന്നെ വില്ലിങ്ങാവും. പക്ഷേ അങ്ങനെയല്ല, എൻ്റെ അനുഭവം വെച്ച് അങ്ങനെയല്ല. സർജറിക്ക് മുമ്പ് ഏകദേശം 10 ദിവസം മുമ്പ് തന്നെ നമുക്ക് ഈ സർജറിക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. 10 ദിവസം മുമ്പ് തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ, അനേകം ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അത് ചെയ്യണം. ഏകദേശം 6000 രൂപയോളം വരുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ് ഞാൻ ചെയ്തത്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അത്രത്തോളം ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മുടെ ശരീരം അതിന് വില്ലിങ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഷുഗർ ലെവലൊക്കെ എല്ലാം വളരെ ECG ഉൾപ്പെടെ അങ്ങനെ പലതും നോക്കിയിട്ടാണ് ഈ സർജറിക്ക് നമ്മൾ യോഗ്യനാണോ എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുക. അതുകൂടാതെ നമ്മൾ ഒരു കൃത്യമായ ഡയറ്റ് എടുത്തിരിക്കുന്നത്, പുകവലി, മദ്യപാനം, അതേപോലുള്ള കാര്യങ്ങൾ, ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്തി നമ്മൾ തയ്യാറായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സർജറിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 ദിവസം മുമ്പേ തന്നെ നമുക്ക് തുമ്മൽ അങ്ങനെ അലർജിക് പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള അങ്ങനെ വരാതിരിക്കാനുള്ള മുൻകരുതലുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മലബന്ധമായ പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള മെഡിസിൻസ് നമ്മളങ്ങനെ പയ്യെ കഴിച്ചു തുടങ്ങും. സർജറി കഴിഞ്ഞ് 3 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൽ വളരെ നീറ്റാങ്കിൽ കർട്ടൻ വരെ അലക്കിയിട്ട് പുതിയ ബെഡ്ഷീറ്റ്, പുതിയ തലയണയൊക്കെ ഉപയോഗിച്ചു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇവരെല്ലാം തന്നെ റൂമിൽ നിന്ന് ഒഴിവാക്കി. 10 ദിവസവും ഞാൻ ഇവരെ റൂമിൽ നിന്ന് ഒഴിവാക്കി, ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആ റൂം സജ്ജീകരിച്ചിരുന്നത്. പിന്നെ ഞാനൊരു ജൂൺ മാസത്തിലാണ് ചെയ്തത്. കാലാവസ്ഥ പൊതുവെ തണുപ്പുള്ള അന്തരീക്ഷമാണെങ്കിൽ കൂടി ഞാൻ എല്ലാ ജനലും വാതിലൊക്കെ അടച്ച് AC ഇട്ട് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കാരണം ഒരു കൊതുക് വരെ എന്നെ കുത്തിയിട്ട് എനിക്കൊരു പനി വരരുതെന്നുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും രീതിയിലുള്ള പനിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സർജറിനെ അല്ലെങ്കിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് തുമ്മലോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്ത് അതായത് മലബന്ധ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ നമ്മൾ ബലം പിടിക്കുകയോ നമ്മൾ ശാരീരികമായ അധ്വാനങ്ങൾ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള അത്രയും കെയർഫുള്ളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ കൃത്യമായ ഡയറ്റ്, പോഷകഗുണം, നട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുഡ് ഒരു ക്രമീകരണത്തിലൂടെ കൂടിയാണ് ഞാൻ പോയിരുന്നത്.
ഞാൻ ഒരു ഉദാഹരണം എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അറിയുന്ന ഒരാൾ, എൻ്റെ ബിസിനസ് പരമായിട്ട് അറിയുന്ന ഒരാൾ. അദ്ദേഹം ഇതേപോലെ സർജറി കഴിഞ്ഞു, 3 ദിവസം വരെ കെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം 3 ദിവസം കഴിഞ്ഞു. സാധാരണ പോലെ അദ്ദേഹം സ്ഥാപനത്തിൽ വരികയും അദ്ദേഹം കുറച്ച് കായികമായ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു. തല വേർക്കുകയും അദ്ദേഹത്തിൻ്റെ മുടിയും ഇതുപോലെ ഫുള്ളായിട്ട് പോവുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനൊരു ബിസിനസ്സുകാരനാണ്, പക്ഷേ ഞാനൊരു 10-15 ദിവസം 24 മണിക്കൂറും എൻ്റെ റൂമിൽ AC ഉപയോഗിച്ചാണ് കിടന്നിരുന്നത്. അതിന് പല പല കാരണങ്ങളുണ്ടെന്നാണ്. കാരണം നമ്മുടെ തലയിലെ മുടി വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ മുടികളുണ്ട്, നമുക്കൊണ്ട് കുത്തി വെച്ചേക്കുകയാണെന്ന് പറയാനല്ല, അത് കുത്തി വെച്ചേക്കുകയാണല്ലേ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പോലും അത് അവിടെ നടന്നു പോകാം, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വീഴാമെന്നാണല്ലേ. അപ്പോൾ എന്തിനാണ് ഞാൻ 10 ദിവസം വരെ ഈ റൂമിനകത്ത് എങ്ങും പോവാതെ ഇരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഫുൾ ടൈം AC ഉപയോഗിച്ചിരുന്നത്? അതിൻ്റെ ചോദ്യങ്ങളാണെന്നാലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിൽ ചെറിയൊരു ഇച്ചിങ്ങോ ഒരു ഇറിറ്റേഷനോ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ചൂടോ കാര്യമോ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചൊറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഫുൾ ടൈം AC ഉപയോഗിച്ച് കിടന്നു വെച്ചതെന്നല്ലേ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് അത്രയും ദിവസം ഇരിക്കുക, അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ കിടക്കുന്നതിന്, ഇപ്പോൾ ഉറക്കത്തിൽ നമുക്ക് തല ചൊറിയുന്നൊരു സ്വഭാവം, നമുക്ക് സ്വഭാവം തന്നെയല്ല, നമ്മൾ എന്തെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തല ഒന്ന് പയച്ച് ചൊറിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ തലയിൽ ഒരു സാധനം ഇങ്ങനെ എന്തോ വെച്ച പോലെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചൊറിഞ്ഞ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ചൊറിയാണ്ടിരിക്കാനായിട്ട് നമ്മളെ കൈകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രത്യേക രീതിയിൽ നമ്മൾ കിടക്കുന്നൊരു രീതിയുണ്ട്. അത് ഞാൻ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അത്തരം രീതികളിലാണ് ഈ ഒരു സർജറി ചെയ്തതിന് ശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ 10 ദിവസം ഫുള്ളായിട്ട് റൂമിലിരുന്നു. പിന്നെ കൂടാതെ തന്നെ ഏകദേശം ഞാൻ 2 മാസത്തോളം ഞാൻ എന്താ പറയുക, പൊതുവായിട്ടുള്ള പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമില്ലാണ്ടോ അല്ലെങ്കിൽ പങ്കെടുക്കാൻ ഇത് തലവെച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ല. കാരണം ഞാൻ മറ്റ് വ്യക്തികളുമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും അസുഖം എനിക്ക് വരണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ. പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പോയിരുന്നു. നിങ്ങളുടെ ക്ലിനിക്ക് പറയുന്ന പോലെ അല്ല ഡോക്ടർ പറയുന്ന പോലെ നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന തടസ്സമൊന്നുമില്ല. പക്ഷേ നിങ്ങളതനുസരിച്ച് കെയർ ചെയ്യാനായിരിക്കണം എന്നല്ലേ. നിങ്ങൾ ഹാർഡായിട്ടുള്ള ജോലി എടുക്കാൻ പാടില്ല, നിങ്ങൾ തല വേർക്കാൻ പാടില്ല. ഏകദേശം 1 മാസത്തോളം കൂടുതലായിട്ട് നമുക്ക് 10 മിനിറ്റ് കൂടുതൽ വെയിൽ ഹാർഡായിട്ട് കൊണ്ട് തല വേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാമെന്ന് പറയുന്നത് നമുക്കൊരു സർജിക്കൽ ക്യാപ്പ് പോലൊരു സാധനം തരുന്നുണ്ട്. ഇതുപോലത്തെ ക്യാപ്പല്ല, ഇത്തരം ക്യാപ്പുകളൊന്നും വെക്കാൻ പാടില്ല. നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ ടച്ച് ചെയ്യാത്ത ഇങ്ങനത്തെ ഒരു മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന എയർ കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകത്തിലുള്ള ക്യാപ്പ് തരും. അതൊക്കെ വെച്ചാൽ നമ്മൾ ജോലിക്ക് കൊണ്ട്, അല്ലാതെ കണ്ട് നമ്മളുടെ തലയിൽ പൊടിയോ മറ്റ് വേർപ്പോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ 3 ദിവസത്തെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള 7 ദിവസമൊക്കെ നിങ്ങൾ ജോലിക്ക് പോകേണ്ടത്. നമ്മുടെ സനലിൻ്റെ ഈ വാർത്ത കേരളമൊട്ടാകെ പറഞ്ഞതിന് ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജുകളുടെ എൻക്വയറികളുടെ ഒരു ബഹളമാണ്. ട്രാൻസ്പ്ലാന്റ് ആയിട്ട് എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു വളരെയധികം മെസ്സേജാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനീ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയതാണല്ലേ. അപ്പോൾ കാരണം എനിക്കും ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ചെറിയ വിഷയം ഉണ്ടായിരുന്നു എന്നല്ലേ. ഞാനത് നിങ്ങൾ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്നല്ലേ. എനിക്ക് ഈ ചെവിയിൽ കമ്പനം വന്നിട്ടിങ്ങനെ എനിക്ക് ഇതുപോലെ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, TV കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. മാനസികമായിട്ട് ഭയങ്കര ഒരു ടെമ്പർ തെറ്റിയ ലെവലായിരുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പം മാറി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി എൻ്റെ ബേർഡ്സിൻ്റെ ഇതുണ്ട്, ട്രാവൽ വ്ലോഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റിവ്യൂ ഉണ്ട്, പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ചാനലിലേക്ക് ആയിട്ട് പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോസ് ആയിക്കോളും കാണാൻ വരാം. എൻ്റെ ചാനൽ ഒരു മൾട്ടി കണ്ടൻറ്റ് ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ അടുത്ത വരുന്നത് ചില ബേർഡ്സിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കണം, കുറേ നേരമായിട്ട് ഇപ്പം നല്ല കുറേ ആയിട്ട് വിചാരിക്കാനുണ്ടാവും എന്തുകൊണ്ടാണ് മുടിയൊക്കെ വെച്ച് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ ഈ തൊപ്പി ഇത്രയും നേരം വെച്ചിറക്കുക എന്നുള്ളത്. അപ്പോൾ തൊപ്പി ഇത്രയും വെച്ചിറക്കുന്ന വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾ അവസാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏകദേശം 1 കൊല്ലം ആകുമ്പോൾ എൻ്റെ
ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് ആവണ സമയത്ത് ഞാനൊരു മുടി നീട്ടി വാർത്തൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനത് വെച്ചത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ മുടിയായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. മുടിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മുടിയെ ഞാൻ നല്ല രീതിയിൽ നീട്ടി വളർത്തിയിരുന്നു കണ്ടോ. ഇത്രയും രീതിയിൽ ഞാൻ മുടി നന്നായിട്ട് നീട്ടി വളർത്തിയാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ സനലിൻ്റെ അവസ്ഥ എന്നാണത്. അതായത് സനലിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട്, അതായത് വാർത്താ മാധ്യമങ്ങളുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട്. നല്ല വെളുക്കാൻ തേച്ച് പാണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനീ പണിക്ക് പോയി, ആവശ്യമില്ലാത്ത കാര്യമല്ലേ, കാശ് കൊടുത്ത് കടിക്കണ പട്ടണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻറ്റുകൾ നെഗറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൗന്ദര്യബോധം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണെന്നുള്ളത് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കഷൻ്റെ ഉള്ള ആളായിരിക്കാം, നിങ്ങൾ മുടി കൊഴിച്ചിൽ വളരെ ദുഃഖിക്കപ്പെട്ട ആളായിക്കോളൂ. പക്ഷേ എന്തോ സാഹചര്യം മൂലം നിങ്ങൾക്കത് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. ഇപ്പം നിങ്ങളതൊക്കെ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഇനി അത് വേണ്ട, ഇനിയിപ്പോൾ എൻ്റെ രൂപമാണെന്നുള്ളത്. ചില ആൾക്കാർ എൻ്റെ രൂപം നല്ലതാണ്, അതിൻ്റെ അകത്ത് കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ അല്പം മുടി വെച്ചാലോ അല്ലെങ്കിൽ ഇത് വെച്ചാലോ നന്നായിട്ടോ പല്ലുമ്മ കമ്പിടാറില്ലേ. എന്തിനാണ് പല്ലുമ്മ കമ്പിടുന്നത്? നമ്മുടെ സൗന്ദര്യബോധം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പല്ലുമ്മ കമ്പിയുടെ കുറച്ച് ഗ്ലാമർ കൂടും കരുതിയിട്ട് തന്നെയാണ്, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ പല്ലുമ്മ കമ്പിടണം. അതേപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ, നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് എന്നല്ല എന്ത് രോഗമായിക്കോട്ടെ, നിങ്ങൾ അംഗീകൃതമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ ചെല്ലുക. പല ക്ലിനിക്കുകളിൽ ചെല്ലുക. എന്നിട്ട് അവിടെയൊന്നും ഡോക്ടർക്കാനുള്ള സർട്ടിഫൈഡ് ഡോക്ടറാണോ, അതിനുള്ള അധികാരമുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് ശേഷം ചെയ്യുന്നുള്ളത്. ഞാൻ പല ക്ലിനിക്കിലും പോയ സമയത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി എന്നുള്ളത് ലാസ്റ്റ് പറയുകയാണ്. ഞാൻ പോയ സമയത്ത് മിക്ക ക്ലിനിക്കിലും, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അന്വേഷിക്കാൻ എനിക്കൊരു മിക്ക ക്ലിനിക്കിനകത്തും ഹിന്ദിക്കാരായ അന്യസംസ്ഥാനക്കാരായ ഡോക്ടർമാരുടെ സാന്നിധ്യം കാണാൻ പറ്റും. മലയാളികളായ ഡോക്ടർമാരുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വളരെ അതിശയിക്കപ്പെട്ടുപോയിട്ടുണ്ട്. ഇത്രയും പ്രബുദ്ധരായ വിദ്യാഭ്യാസമ്പന്നരായ മലയാളികളുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷന് മലയാളി ഡോക്ടർമാർ കുറവ് എന്നുള്ളത്. പക്ഷേ 1-2 പേരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അത് വേറെ കേസ്. പക്ഷേ അവർ കുറേ പേരൊക്കെ മലയാളമൊക്കെ പഠിച്ചു വന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു. അതും വേറൊരു ഇതാണല്ലേ. പിന്നെ കണ്ട വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല ക്ലിനിക്കിലും ഞാനത് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അന്നേരത്ത് നമ്മളെ കാണാനായിട്ട് ഡോക്ടർമാരില്ല. കുറച്ച് അഡ്വൈസറി ടീമുകൾ മാത്രമുള്ളത്, അല്ലെങ്കിൽ 1-2 പേര് മാത്രം ഉള്ളതാണ്. അപ്പോൾ അവർ ഒരു സർജറി, ഞാൻ ചോദിച്ചു ഡോക്ടർ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ സർജറി എന്നേ വരുള്ളൂ. ഏത് ഡോക്ടറിൽ നിന്ന്? അത് ഡോക്ടറുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല, അവൈലബിലിറ്റി അനുസരിച്ച് കിട്ടുള്ളൂ. അതായത് അവർ ഒരു സർജറി 3-4 പേർക്ക് സർജറി ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഡോക്ടർ അവൈലബിലിറ്റി ഉള്ള ഡോക്ടറെ വിളിക്കുന്നു. അതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡോക്ടറെ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഡോക്ടറുടെ ID നമ്പർ വേണം, അതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ആ ഡോക്ടറെ കിട്ടാനായിട്ട് ആ ഡോക്ടർ വരുമെന്ന് ഉറപ്പില്ല. അവൈലബിലിറ്റി ആയിട്ട് ഡോക്ടർ നേരത്ത് വരും സർജറി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സർജറിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ ജീവിതമാണ്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ കാലഘട്ടം ഒരു സനൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുമ്പും ഇതേപോലെ സനലുമാരുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ വാർത്തകളൊക്കെ വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ. അതേപോലെ അന്നും റിപ്പോർട്ടുണ്ടായിരുന്നു വ്യാജ ഡോക്ടർമാർ, അങ്ങനെ ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ, അങ്ങനെ പല എന്നാൽ ക്വാളിഫൈഡ് അല്ലാത്ത ഡോക്ടർമാർ, അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലേ. പക്ഷേ ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ അന്ന് കണ്ട് പഠിച്ചിട്ട് നമ്മൾ ഇപ്പോഴും ആ രീതി നമ്മുടെ ബുദ്ധി ഉണർന്ന് പഠിച്ചില്ല, നമ്മുടെ വിവേകം ഉണർന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്ക് തന്നെ ആയിരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ നിങ്ങൾ വിവേകത്തോട് ചിന്തിക്കുക. അതിൻ്റെ അകത്ത് സാമ്പത്തികമായ ലാഭത്തേക്കാൾ ഉപരി നമ്മുടെ ജീവിതമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ആയിരിക്കും ഷെയർ കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ വരാം. അടുത്ത വീഡിയോ ചിലപ്പോൾ ബേഡ്സിൻ്റെ ആയിരിക്കും, ട്രാവൽ വ്ലോഗായിരിക്കും, അങ്ങനെ പല മൾട്ടി കണ്ടൻ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടൻറ്റ് കിട്ടിയില്ല എന്നാലും നിങ്ങൾ നമ്മുടെ ചാനലിനെ വിട്ടേച്ച് പോണ്ട. സ്റ്റേ ട്യൂൺ ഹിയർ, വി വിൽ ബി ബാക്ക് ഹിയർ. ഓക്കെ, താങ്ക് യു.